to Giggly Cow. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കന്യാകുമാരി എത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ ആകട്ടെ അടിച്ചില്ലാണ്ടായി പോയി. നമ്മള് കന്യാകുമാരി എത്തി. Head northwest towards Swaminathapuram Road. Continue for 1.5 kilometers. 100 meters, turn right onto Sanity Street, Sanity Street. ഹലോ ഗൈസ്, അറ്റ് ലാസ്റ്റ് ഞങ്ങള് ഇങ്ങോട്ടെത്തി. എങ്ങോട്ടാണ്? കന്യാകുമാരി എത്തി. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കിലോമീറ്റർ വരി നിൽക്കേണ്ടി. 2 വരി നിന്ന് ഞങ്ങൾ കയറും. പിന്നെ ക്യൂല് എന്ന് പറഞ്ഞാല് ഒരു വലിയ ക്യൂ. ഈ കൊട്ടൻ വെയിലത്ത് ഞങ്ങൾ ക്യൂ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാല് വിവേകാനന്ദ റോക്ക് ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട്. അത് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ക്യൂ. നേരത്തെ വരണമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഒരു വലിയ എന്ന് പറഞ്ഞാലും ചുരുങ്ങി പോകും. അത്രയും ജനുണ്ട്, അത്രയും വലിയ ക്യൂ നിന്നുണ്ട്. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. സ്പെഷ്യൽ ടിക്കറ്റ് അപ്പുറത്തുണ്ട് 300 രൂപ. ഞങ്ങൾ 100 രൂപേൻ്റെയിലാണ് കയറിയത്. അതുപോലെ ഓൺലൈൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ അതില് 12 സ്ലോട്ടില് തന്നെ ഒരു ടിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരുന്നു. ഞാനും ഹസ്ബൻഡും ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങള് ഓൺലൈൻ ടിക്കറ്റ് എടുത്തില്ല. പിന്നെ എപ്പോഴും 2 മണിക്കോ 1:30 1 മണി 1:30 പിന്നെ 2 മണി അങ്ങനെയൊക്കെ. അതൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഡയറക്ട്ലി ഒന്ന് നോക്കണ്ട, ക്യൂ നിൽക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ ക്യൂ നിൽക്കാൻ തുടങ്ങി. ഞങ്ങൾ ക്യൂവിലാണ് ഗൈസ്. ഇനി എത്തട്ടെ, എന്തായാലും നല്ല ടൈം എടുക്കും. നമ്മുടെ തിരുവള്ളൂർ വിവേകാനന്ദ റോക്കിനെ രണ്ടിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പുതിയതായിട്ട് വരുന്നതാണ്. മാക്സിമം ആളുകൾ ആ ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ കൊണ്ടാണ് ആയിരിക്കാം ഇവിടെ വരുന്നത്. ഞങ്ങളിലോട്ട് വരുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അയ്യോ ഇന്നില്ല റൂമേ. ഓക്കെ, തിരുവള്ളൂരിനെയും വിവേകാനന്ദ റോക്കിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവരും വരുന്നത്. ഹലോ ബോയ്സ്, ഭയങ്കര വെയിലും ഒടുക്കത്തെ വരും. ട്രാവലായി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അപാര ക്യൂ. അതിനി ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുന്ന അതുകൊണ്ടാണോ ഇനി എന്താ അറിയില്ല. അങ്ങനെയാണോ എന്താന്ന് അറിയില്ല. മൊത്തത്തിൽ ഞങ്ങൾ വരുന്ന വഴിയിൽ മൊത്തം ഓരോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്താന്ന് അറിയില്ല. ഒടുക്കത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ക്യൂ. 1.5 കിലോമീറ്റർ വരും. 11 മണിക്ക് തുടങ്ങിയല്ലേ? അതെ, ഇപ്പൊ സത്യം 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 1 മണി കഴിഞ്ഞു ഗൈസ്. ഇപ്പോഴും ഞങ്ങൾ ക്യൂലാണ്. ഇനി ഒരു ലൈനൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പുറത്തേക്ക് കിടക്കാൻ കഴിയുള്ളൂ. ഇനി അവിടുന്ന് നമുക്ക് ആ റോക്കിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ജങ്കാറ് വേണ്ടി വരും. എന്തോ അതിന് എങ്ങനെയാണ്, ബോട്ടാണോ എന്താന്നുള്ളത് അറിയില്ല. അത് പുറത്തിറങ്ങിയാൽ തന്നെയാണ് അറിയുള്ളൂ. ഇനി അവിടെ ഇതുപോലെ ക്യൂ ഉണ്ടാവുമോ എന്ന് അറിയില്ല ഗൈസ്. അത് പറഞ്ഞാൽ കുറച്ച് ആളുകളെയാണ് അങ്ങോട്ട് വിടുന്നത്. ഒരു നിശ്ചിത എണ്ണം എന്തോ ഉണ്ട് തോന്നുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും കുറച്ച് വിടുക. അങ്ങനെ ഒരുപാട് വെയിറ്റിങ്ങും ഈ ക്യൂവിൽ ഒരുപാട് വെയിറ്റിംഗ് വരുന്നുണ്ട്. അതാണ് ഇത്രയും ടൈം ആയത്. എന്നാൽ ഇത്ര നിശ്ചിത ആളുകൾ മാത്രമാണ് അങ്ങോട്ട് അലോഡ് എന്നുള്ള ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കണം. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ടൈം ഇത്രയായി. ഇത് പ്ലാന് തെറ്റിയ പോലെ വിചാരിച്ച പ്ലാൻ എന്നൊക്കെ ഇവിടുന്ന് തന്നെ മാറിപ്പോയി. ഫ്രീ ആയിട്ട് പോകാന്ന് വിചാരിച്ചിരുന്നു. ഭയങ്കര ക്രൗഡായിട്ടെ ആൾക്കാർ. അപ്പൊ ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ക്യൂ അവസാന നിമിഷത്തിലേക്ക് എത്തിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. നമ്മളിപ്പോ സ്റ്റാച്ചു കാണുന്നുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ട്രാൻസ്പോർട്ടിനുള്ള ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അടുത്ത പാർട്ടിൽ ഞാൻ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. സോ സ്റ്റേ ട്യൂൺ.